ഒരു കിടിലൻ ക്ലൈമാക്സും മാരക ട്വിസ്റ്റും തരുന്ന ഒരു ക്ലാസിക് ഹോളിവുഡ് ത്രില്ലർ പരിചയപ്പെടുത്താം. നിങ്ങളെ ട്വിസ്റ്റ് ഉണ്ട് എന്ന് കരുതി അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പടം കണ്ടാൽ പോലും കറക്റ്റായിട്ട് അത് എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാനോ പ്രെഡിക്റ്റ് ചെയ്യാനോ ഉള്ള ഒരു സാധ്യത കുറവാണെന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്. അജ്ജാതി എൻഡിങ് ആണ്. ഞാൻ ഈ പടം ഇപ്പോഴും ഓർത്തിരിക്കുന്നതിന്റെ കാരണം തന്നെ ഇതിന്റെ ഒരു ക്ലൈമാക്സ് കൊണ്ടാണെന്ന് പറയാം. തീവ്രവാദത്തെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ് ഈ സിനിമയിലെ നായകനായിട്ടുള്ള മൈക്കൽ. തീവ്രവാദ ആക്രമണവുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരന് ഒരു ഹോണ്ടിങ് പാസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറയാം. അങ്ങനെ ഇരിക്കുമ്പോൾ മൈക്കലിന്റെ അയൽപ്പക്കത്തായിട്ട് പുതുതായിട്ട് താമസിക്കാൻ എത്തിയവർ അതൊരു ഫാമിലിയാണ്. അവർ ടെററിസ്റ്റുകളാണോ എന്ന് അയാൾക്ക് സംശയം തോന്നുന്നു. അവരെ കുറിച്ചുള്ള അയാളുടെ അന്വേഷണങ്ങളും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. പറഞ്ഞു വരപ്പിക്കുന്നില്ല. ചിത്രം മാർക്ക് സ്പെല്ലിംഗ്ടൺ സംവിധാനം ചെയ്ത 1999 റിലീസായ ഇംഗ്ലീഷ് മിസ്റ്ററി ത്രില്ലർ അർലിംഗ്ടൺ റോഡ്. തുടക്കമൊക്കെ ഒരു സാധാരണ പടം എന്നൊരു ഫീലൊക്കെ ചെയ്ത് പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ മോഡിലേക്ക് പടം മാറുമ്പോൾ മുതൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആവുന്ന ഒരു സിനിമയാണ്. സെക്കൻഡ് ഹാഫിലൊക്കെ എത്തുമ്പോഴേക്കും വളരെ ഇന്റൻസ് ആയിട്ടുള്ള പിരിമുറുക്കം നിറഞ്ഞ രീതിയിൽ പടം ഗംഭീരമായിട്ട് മാറുകയാണെന്ന് പറയാം. ആൻഡ് പടം കണ്ടു കഴിയുമ്പോൾ ആ ഒരു ക്ലൈമാക്സ് കൊണ്ട് മാത്രം നിങ്ങൾ ഈ സിനിമ കുറെ കാലമെങ്കിലും ഓർത്തിരിക്കുകയും ചെയ്യും. സോ ചുരുക്കത്തിൽ ഒരു പാരനോയ ത്രില്ലർ ആണിതെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഷോഷങ്ക് റിഡംഷനിലെ നായകനുണ്ടല്ലോ ടിം റോബിൻസ്, പുള്ളിയും അതുപോലെ ജെഫ് ബ്രിഡ്ജസുമാണ് ഇതിലെ പ്രധാന വേഷങ്ങൾ വരുന്നത്. രണ്ടുപേരും ഗംഭീര പെർഫോമൻസ് ആണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ സിനിമ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു മെയിൻ പ്ലാറ്റ്ഫോമിലും ലഭ്യമല്ല. സോ നിങ്ങൾക്ക് ഈ പടം കാണാൻ വേണ്ടി ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിക്കേണ്ടി വരും, അത് ഓർക്കുക. ഇതിന്റെ IMDb റേറ്റിംഗ് 7.2 ഔട്ട് ഓഫ് 10 ആണ്. 1 മണിക്കൂർ 57 മിനിറ്റ് ആണ് സിനിമയുടെ ദൈർഘ്യം. സിനിമയുടെ പ്രമേയം കൊണ്ട് ഇത് കുട്ടികൾക്ക് കാണാനുള്ള സിനിമയല്ല എന്ന് പറയാം.